മോനെ ഒന്ന് നീന്തൽ പഠിപ്പിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പാറേക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ നീന്താൻ വരുന്നൊരു സ്പോട്ടാണ്. അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ആദ്യം അവനൊന്ന് ഭയപ്പെട്ടൊക്കെ നിന്നു. അവൻ്റെ പപ്പ അവനെ വെള്ളത്തിലേക്ക് ഇറക്കി. ആദ്യം അവൻ്റെ പേടി മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു ഒരു വലിയ ഉദ്യമം. അങ്ങനെ അവനെല്ലാവരും കുറേ പേരുണ്ടായിരുന്നു നീന്താൻ വേണ്ടിയിട്ട്. നമ്മുടെ തൊട്ടടുത്തുള്ളവരും ദൂരത്തുള്ളവരും ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആളുകൾ വരുന്നൊരു സ്ഥലമാണിത്. നന്നായിട്ട് നീന്തൽ പഠിക്കാനും എൻ്റർടൈൻ ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. അവൻ്റെ വെള്ളത്തിലെ ആ ഒരു പേടി മാറ്റിയെടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. ഇത്രയും ഉണ്ടായിട്ട് പോലും അവനാകെ ഒരു ധൈര്യക്കുറവായിരുന്നു മൊത്തത്തിൽ. എങ്കിലും അവന് നല്ല സപ്പോർട്ട് കൊടുത്തു. അപ്പോൾ അവൻ്റെ ഭയം മാറ്റിയെടുത്തതിന് ശേഷമേ അവനെ വെള്ളത്തിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പം അവൻ്റെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കെട്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാര്യം അവന് പെട്ടെന്ന് ബാലൻസ് തെറ്റി താഴോട്ട് പോകാതെ അവന് മുകളിൽ കിടക്കാൻ വേണ്ടിയിട്ട്, അതൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട്, അവന് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അത്രയും സപ്പോർട്ടീവാണ് അവിടെ ഉള്ളവർ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ വരാറുണ്ട്. അത്രയ്ക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. അപ്പോൾ പതുക്കെ അവന് ആ ഒരു ചെറിയ പേടിയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അവൻ്റെ പപ്പയുടെ കയ്യിൽ കിടന്ന് ആ കുപ്പിയും കൂടെ ഉള്ളത് കൊണ്ട് ആ ഒരു ധൈര്യത്തിൽ പതുക്കെ ആശാരിക്കണം നീന്താൻ തുടങ്ങുകയാണെങ്കിലും തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പേടിയുണ്ട്. കാര്യം അവന് ബാലൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പതുക്കെ പഠിക്കൂ. നീന്തൽ അത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. നല്ല ക്ഷമ വേണം, ഭയം മാറണം. ആദ്യം വേണ്ടുന്നത് ഭയം മാറുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നീന്തുന്നുണ്ട്. പിന്നെ അവൻ്റെ പപ്പ അവനെ തോളിലൊക്കെ എടുത്തും എങ്ങനെയൊക്കെ ചെയ്യാമോ അങ്ങനെയെല്ലാം അവനെ മാക്സിമം പേടി മാറ്റിയെടുത്തു. ഒരുവിധം ആൾ സെറ്റായിട്ടുണ്ട്. വെള്ളത്തിനോടുള്ളൊരു പേടിയൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൾ തന്നെ പറ്റുന്ന രീതിയിൽ പപ്പയുടെ തോളിലിരുന്ന് തന്നെ കയ്യും കാലും ഇട്ടങ്ങ് അടിക്കുവാണ് കേട്ടോ. പിന്നെ അവനെ പുറത്തൊക്കെ ഇരുത്തി പുള്ളിക്കാരനിങ്ങനെ നീന്തി അവൻ്റെ ഒരു ടെൻഷൻ മാറി കിട്ടി. അപ്പോൾ അവനൊരു എൻ്റർടൈൻ വരാൻ തുടങ്ങി. അങ്ങനെ അവൻ്റെ പപ്പ മുകളിൽ നിന്നൊക്കെ ചാടി ഇങ്ങനെ അവനെ കാണിച്ചു. അത്രയും ഒരു ധൈര്യം അവന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുഴപ്പമില്ല എന്നുള്ളത് കാണിക്കാൻ വീണ്ടും എന്നിട്ട് അതേ രീതിയിൽ അവനെ അങ്ങനെ തന്നെ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലും പലതവണ ഇങ്ങനെ ചെയ്യുമ്പോഴേ അവന് ആ ഒരു ഭയം മാറി കിട്ടുകയുള്ളൂ. അപ്പോൾ പിന്നെ അവനോടും പറഞ്ഞു, അവനെ അതേപോലെ ചാടാൻ പറഞ്ഞു. അങ്ങനെ അവൻ ചാടി. അപ്പോഴും താഴേക്ക് പോകുന്നൊരു പേടി ആളിനുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ പിടിച്ചിട്ട് പതുക്കെ വീണ്ടും അതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ തിരികെ കയറുകയാണ് കേട്ടോ.